ഒരു മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങണം എന്നാഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി. അതിലൊന്ന് ഏത് പ്രോഡക്റ്റാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഞാനൊരു ബിസ്ക്കറ്റ് പ്രോഡക്റ്റിൻ്റെ ട്രേഡിങ്ങിലായിരുന്നു. ത്രൂ കേരള ഞാൻ ബിസ്ക്കറ്റ് ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ആ ബ്രാൻഡ് മറ്റൊരു മൾട്ടിനാഷണൽ കമ്പനി ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്യും. അറ്റ് എ ടൈം ഒരു സമയത്ത് നമ്മൾ എം ടി ആവുകയും നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ മാത്രമായി അവശേഷിക്കുകയും ചെയ്തപ്പോഴാണ് ഓൺ പ്രോഡക്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ വരുന്നത്. അപ്പം അന്ന് നമ്മളിങ്ങനെ ഒരു കോൺസെപ്റ്റ് ആലോചിച്ചപ്പം വൈ നോട്ട് ബിസ്ക്കറ്റ് എന്ന് വന്നപ്പോൾ പെരിഷബിൾ ആയിട്ടുള്ള ഒരു 6 months ഡ്യൂറേഷൻ മാത്രമുള്ള ഒരു പ്രോഡക്റ്റ് പകരം കുറച്ചുകൂടി നമുക്ക് FMCG തന്നെ നല്ലൊരു പ്രോഡക്റ്റ് നോക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് സോപ്പ് എന്നുള്ള കാര്യം ചിന്തിച്ചത്. അന്ന് എന്നോട് പലരും ചോദിച്ചു വൈ സോപ്പ് എന്ന്. കാരണം എല്ലാവരും സംശയ ദൃഷ്ട്യാ നോക്കുന്ന ആളുകൾക്ക് ചെറിയൊരു ആശങ്കയുള്ള ഒരു ഉൽപ്പന്നമാണ് സോപ്പ്. കാരണം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക സോപ്പുകൾക്കും വലിയ പ്രായമുള്ള സോപ്പുകളാണ്. മുത്തശ്ശി സോപ്പുകൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന സോപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പിതാവിൻ്റെ പിതാവും ഒക്കെ ഉപയോഗിച്ച സോപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പുതിയ സോപ്പുകൾ എന്ന് പറഞ്ഞ് കോസ്മെറ്റിക് ബ്രാൻഡുകളിൽ വലിയ പ്രോഡക്റ്റുകളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായ ബ്രാൻഡുകളാകട്ടെ ഒക്കെയും നമുക്ക് തോന്നുന്നു ആയുർവേദിക്കിൽ ആണ് പിന്നീട് മെഡിക്കൽസ് പോലുള്ള ഒരുപാട് ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. കോസ്മെറ്റിക് സോപ്പ് എങ്ങനെയാണ് വിജയിപ്പിക്കാമെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനായിരുന്നു. അതിലേക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചാടി ഇറങ്ങിയത് എന്ന് പറയാം. പടിപടിയായിട്ടുള്ള നീക്കങ്ങളിലൂടെ സാഹചര്യങ്ങളുടെ യൂട്ടിലൈസേഷനിലൂടെയൊക്കെയാണ് ക്യൂട്ടി ഒരു ബ്രാൻഡായിട്ട് വന്നത്.